ഇത് നമ്മുടെ സ്വന്തം കേരള പോലീസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇത് പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പരിസരത്തു നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദൂരത്തു നിന്ന് എടുത്തേക്കുന്നത്. എൻ്റെ പൊന്ന് പോലീസ് മച്ചാന്മാരെ, നിങ്ങളൊന്ന് കുറച്ച് കാര്യമായിട്ടൊന്ന് ഇടപെടേണ്ട ഒരു സീനാണിത്. ഇതിപ്പോൾ പെരുമ്പാവൂരിൽ വേറെയും വീഡിയോകളുണ്ട്. ഇതുപോലെ SBIയുടെ മുമ്പിൽ വെച്ച ഒരാൾ ഇതുപോലെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കണ്ടിരുന്നു. സോ അതിന് പുറമെയാണത് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളിത് കാര്യമായിട്ട് ഇടപെടൽ നടത്തുന്നത് വളരെ പബ്ലിക്കായിട്ട് ആൾക്കാരൊക്കെ പോകുന്നൊരു വഴി നിന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇത് ചെയ്ത് കൂട്ടുന്നത്. ഇപ്പം സിഗരറ്റും ഹാൻഡ്സും കഞ്ചാവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇവന്മാർ എന്തൊക്കെയാണ് കുത്തിക്കയറ്റുന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ അടിച്ചിട്ട് ഇവന്മാർ പകലും രാത്രിയൊക്കെയാണ് കറങ്ങി നടക്കുന്നത്. ആലോചിക്കുക, നമ്മുടെ രാത്രി വരുന്ന നമ്മുടെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർ, കോളേജിൽ നിന്ന് ട്യൂഷനും അതും കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ, ഇവരെല്ലാം നടക്കുന്ന വഴിയില്ല നമ്മുടെ പെരുമ്പാവൂർ. നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. ഒരു കാര്യം ഉണ്ടായിട്ട് പിന്നീട് അതിനുള്ളൊരു ആക്ഷൻ എടുക്കുക, പിന്നീട് റെയ്ഡുകൾ നടത്തുക, സെർച്ച് ചെയ്യുക, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓടി നടന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്യൂ പ്ലീസ്. കാരണം നമ്മുടെ സൊസൈറ്റി മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവന്മാരിത് ഉപയോഗിക്കുന്നു, നാളെ എത്തുന്നത് കുറച്ച് കോളേജ് സ്റ്റുഡൻസിലേക്കായിരിക്കും എത്തുക, അത് പിന്നീട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തും. ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, നിങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് ഇടപെടണം, സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. കാരണം ഇത്ര ഓപ്പണായിട്ടാണ് ഇത്, ഒളിച്ചും പാത്തൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. ബിവറേജ് കയറി രണ്ടര മേടിച്ചിട്ട് വീട്ടിൽ പോയി നടിക്കുന്ന പോലൊന്നും അല്ല. ഇത്രയും പബ്ലിക്കായിട്ട് ഉപയോഗിച്ചിട്ട് വഴി കിടക്കുക. സോ നിങ്ങളിത് കാര്യമായിട്ട് ഇടപെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെയാണ്.